ഹലോ ഫ്രണ്ട്സ്, സോനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു മന്തി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലവണ്ണം കഴുകി 1 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റിവെക്കും. ഇനി മന്തി ഏത് പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് അതേ പാത്രത്തിൽ ചിക്കൻ ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഗ്രാമ്പൂ, 1 ടീസ്പൂൺ ഏലക്കായി, 1 ടീസ്പൂൺ പൊടിക്കാത്ത മല്ലി ഇവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 മാഗി ക്യൂബ് ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 1 തക്കാളി, 1 ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അരമുറി നാരങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ മാറ്റി വെക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരി വേവിക്കാനായിട്ടുള്ള വെള്ളം വെക്കാം. ഇതിലേക്ക് 4 ഗ്രാമ്പൂ, 4 ഏലക്കായി, 1 ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അരി നല്ല വെന്തിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കനിൽ നിന്നും കുറച്ച് എണ്ണ നമുക്ക് വേറെ പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇത് നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും. ഇനി ഇതിന് മേലെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റിയ എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് 2-3 പച്ചമുളക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മേലെ നമുക്ക് കുറച്ച് കനൽ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ദം ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ ദമ്മായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഈ പാത്രം നമുക്ക് മാറ്റി വെച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് റൈസ് കോരി മാറ്റാം. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം.